ലെബനാന് ഇറാന്റെ പൂർണ്ണ പിന്തുണ. യുദ്ധത്തിന് പുതിയ പോർമുഖം തുറക്കുന്നതായി അന്താരാഷ്ട്ര മീഡിയകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പേജർ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റവും ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഞെട്ടിപ്പിക്കാനും ഇസ്രായേലിന് സാധിച്ചു എന്നത് ഏറെക്കുറെ ലോകം അംഗീകരിച്ച കാര്യമാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പുകാർ തമ്മിലുള്ള അവരുടെ സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കാനോ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഏൽപ്പിക്കാനോ സാധിച്ചു എന്നതിനാൽ ആധിപത്യമുണ്ടാക്കാനും മുന്നേറ്റമുണ്ടാക്കാനും ഒക്കെ ഇസ്രായേൽ ഇനി എളുപ്പമാണ് എന്ന തരത്തിലൊക്കെ വിലയിരുത്തലൊക്കെ വന്നിരുന്നു. പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിലാണ് ചർച്ച ചെയ്തത്. ലോക യുദ്ധം ഉണ്ടാകുന്ന തരത്തിലുള്ള ചർച്ചകളാണ് പേജർ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ് ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ആരംഭം കുറിക്കപ്പെട്ടത്, ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ കൈവശത്തിൽ എങ്ങനെ എത്തി, ഒരേ സമയത്ത് സ്ഫോടനം നടത്താനുള്ള സാഹചര്യങ്ങളും കാരണങ്ങളും എങ്ങനെ ഉണ്ടായി, അതോടൊപ്പം തന്നെ വാക്കർ ടോക്കും പൊട്ടിത്തെറിക്കപ്പെട്ട് അപകടമുണ്ടായത് റിപ്പോർട്ട് ചെയ്തു. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഹിസ്ബുള്ള നേതാവ് പത്രസമ്മേളനം നടത്തുന്നതിനോടനുബന്ധിച്ച് ഇതിനോടനുബന്ധിച്ച് തന്നെ വീണ്ടും സ്ഫോടനം നടത്തു. അത് ഇലക്ട്രോണിക് മറ്റു ഡിവൈസിലൂടെയാണ് എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്നാൽ അതോടനുബന്ധിച്ച് തന്നെ ഈ യുദ്ധത്തിന് എന്തെങ്കിലും വിരാമം ഉണ്ടാവുകയോ ഈ ലെബനാനിനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മധ്യ ഇസ്രായേലും തെക്ക് വടക്കൻ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലൊക്കെ നിരന്തരമായിരിക്കുന്ന സൈറൺ മുഴങ്ങുന്നു എന്നുള്ളതും ലെബനാന്റെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് റോക്കറ്റുകളോ മിസൈലുകളോ വിക്ഷേപിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു. എത്രത്തോളം ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്, മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ചില പ്രദേശങ്ങളിൽ ബിൽഡിംഗ് സമുച്ചയത്തിൽ തീ പിടിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പുറത്തു വരുന്നു. അൽ ജസീറയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. ആ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാവുന്നു. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും വന്നിട്ടില്ല എന്ന തരത്തിലാണ്. ലക്ഷ്യം കൈവരിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പും അതോടൊപ്പം തന്നെ ലക്ഷ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേലിന്റെ സൈനികരും ഒരേ രീതിയിൽ തന്നെ പറയുന്നതോടനുബന്ധിച്ച് അന്താരാഷ്ട്ര മീഡിയകൾക്ക് വല്ലാതൊന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാനില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ആരാണ് കളവ് പറയുന്നത്, ആരാണ് യാഥാർത്ഥ്യം പറയുന്നത്, സത്യം ഏത് ഭാഗത്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള രൂപം കിട്ടാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന തരത്തിലാണ്. അപ്പൊ അതിർത്തിയിലേക്ക് വിന്യസിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതോടനുബന്ധിച്ച് തന്നെ ഗസയുടെ ചില ഭാഗങ്ങളിലൊക്കെ സൈനികരുടെ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട്. അവരിപ്പോ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന കാര്യം ഈ രീതിയിലാണ്. കരയുദ്ധവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ശക്തമായിരിക്കുന്ന ക്യാൻ യൂണിസ് പോലെയുള്ള തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ അല്പാൽപമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നു. അത് ലെബനാന്റെ അതിർത്തിയിൽ വിന്യസിക്കുന്നു. പകരം ഗസയുമായിട്ട് യുദ്ധം നിർത്തുകയോ യുദ്ധത്തിന് വിരാമം ഉണ്ടാക്കുകയോ ചെയ്യുകയല്ല, അവർ ആകാശയുദ്ധം വ്യോമയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈനികർക്ക് അനുമതി നൽകിയിരിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് വല്ലാതൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി ഹമാസ് വിഭാഗത്തിന് സാധിക്കുകയില്ല എന്നവർ കണക്കൂട്ടുന്നു. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഗസയുടെ ഭാഗങ്ങളിൽ ഇപ്പൊ സൈനികരും തമ്മിൽ, അതായത് സൈനികരും ഹമാസിന്റെ വിഭാഗവും നേർക്കുനേർ മുട്ടുന്നൊരു സ്ഥിതി ഉണ്ടായാൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ സൈന്യത്തിൽ തന്നെ ഉണ്ടാവുന്നു. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് അവര് ഒളിഞ്ഞിരിക്കുന്ന ഒളിപ്പോർ യുദ്ധമാണ് ഹമാസിന്റെ ആളുകൾ നടത്തുന്നത്. ഇസ്രായേൽ സൈനികർ നേർക്കുനേരെ യുദ്ധം നടത്തുമ്പോൾ അവർ ഒളിപ്പോർ യുദ്ധം നടത്തുന്നു. ഒളിപ്പോരാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിന് സാധാരണഗതിയിൽ സാധിക്കാറില്ല. അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പൗരവിഭാഗത്തിന് തങ്ങൾ ശക്തിയുള്ളവരാണെന്നും നിങ്ങൾക്ക് സുരക്ഷ നൽകാൻ തങ്ങൾ പര്യാപ്തരാണ് എന്നുള്ളതും കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു യുദ്ധമുഖവും പുതിയൊരു പോർമുഖവും തുറന്നിരിക്കുന്നത്. എന്നാൽ ഈ ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പുതിയ പല തന്ത്രങ്ങളും ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. അതിന് അവർ പറയുന്ന കാര്യം, അവർ വിൽപ്പന നടത്തുകയോ കൈമാറ്റം ചെയ്യപ്പെട്ട അത്രയും ഈ വാക്കർ ടോക്കി ആണെങ്കിലും അത് ഈ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഈ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ആണെങ്കിലും ഒന്നും അത്രത്തോളം ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പേജറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ആദ്യം തുടങ്ങിയത്.
തുടങ്ങിയതിനോടനുബന്ധിച്ച് തന്നെ മറ്റുള്ള പല ഇലക്ട്രോണിക് ഡിവൈസും ഇതിനോടനുബന്ധിച്ച് തന്നെ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വിഷയങ്ങൾ അതിനോടനുബന്ധിച്ച് പുറത്തു വരികയാണ്. വലിയ രീതിയിൽ അന്വേഷണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നു. അതിൻ്റെ ഒരു പൂർണ്ണ രൂപങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പല നഗരങ്ങളിലും പല ഭാഗങ്ങളിലും സൈറൺ മുഴങ്ങുന്നത് കേൾക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടെ അക്രമങ്ങൾ ഉണ്ടാകുന്നു. മിസൈലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അക്രമത്തിന്റെ രീതികളോ സ്വഭാവമുള്ള വസ്തുക്കളോ ഇസ്രായേലിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ റോക്കറ്റാണ് കൂടുതൽ ഇവർ വിക്ഷേപിക്കാറുള്ളത്. ആ റോക്കറ്റിന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നു. അപ്പൊ പിന്നെ ഇതിന് ശേഷം മറ്റൊരു റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാൻ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പിന്തുണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഏറെക്കുറെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ കയ്യിലുള്ള ആയുധത്തെക്കുറിച്ചും അതല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളെല്ലാം ഇറാൻ പിന്തുണയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം, അവർ പ്രയോഗിക്കുന്നതും അങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ വിഷയം ഈ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആയുധങ്ങൾ ഇവരുടെ കൈവശത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഇറാൻ ചെയ്യുന്നു അല്ലെ ചെയ്തിരിക്കുന്നു എന്ന തരത്തിലാണ്. അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളും കാലോചിതപരമായി മാറ്റം വരുത്തുന്ന വലിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇറാന്റെ കൈവശത്തിലുണ്ട്. അത് ഹിസ്ബുള്ള ഗ്രൂപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് ഇറാൻ ചെയ്യേണ്ട യുദ്ധം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോ ഈ മസൂദ് പെസസ്കിയാനെ കൊലപ്പെടുത്തിയതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള വൈരാഗ്യങ്ങൾ ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. നേർക്ക് നേരെ മുഖാമുഖം ഒരു ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട അക്രമമാണ് അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ലേസർ രശ്മികൾ പായിച്ചുകൊണ്ടാണ്. അതൊരു യുദ്ധമുഖമാണെങ്കിൽ പോലും നേർക്ക് നേരെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന് ലോകത്തോട് വെളിപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇസ്രായേൽ അത് ഏറ്റെടുക്കണം, ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. രണ്ടാമത്തത് ഇസ്മായിൽ അനി ഹമാസിന്റെ നേതാവ് ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ചെയ്ത പ്രവർത്തികളൊക്കെ ഇസ്രായേലാണ്, അല്ലെങ്കിൽ മൊസാദും സംവിധാന കാര്യങ്ങളൊക്കെ ആണ്. ഒറ്റുകാരുണ്ടെങ്കിൽ പോലും ആ പ്രവൃത്തി കൃത്യമായ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും അത് ഇസ്രായേൽ ഏറ്റെടുക്കാത്തിടത്തോളം കാലം അതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയോടനുബന്ധിച്ച് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തീർച്ചയായിട്ടും തങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഉണ്ടാവുമെന്ന് അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള ഖമേനി തന്നെ പ്രഖ്യാപിച്ചതും അതിന്റെ തുടർച്ചയായ രീതിയിൽ തങ്ങൾ ആ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഇറാൻ സൈനിക കമാൻഡർമാർ പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ വായിച്ചതും കേട്ടതുമാണ്. അപ്പൊ അതിന് തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാക്കും. അതുകൊണ്ട് നേരിട്ടുള്ള യുദ്ധം ചെയ്യാതെ പ്രോക്സി യുദ്ധം ചെയ്തുകൊണ്ട് ആ മാനസികമായ രീതിയിൽ ഇസ്രായേലിനെ ക്ഷയിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രപരമായിരിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ അപകടം ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങളും അതോടനുബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രഖ്യാപനങ്ങളും ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായതാണ്. മെഡിറ്ററേനിയൻ കടലിലൊക്കെ ഒരുപാട് ഭാഗങ്ങളിൽ ഇപ്പോൾ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നു, അതിന്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇസ്രായേലിന് സംരക്ഷണം നൽകാൻ വേണ്ടി ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന പരമാവധി രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ആയുധങ്ങളോ സംവിധാനങ്ങളോ ടാങ്കുകളോ യുദ്ധവിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇറാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കും എന്നുള്ളത് അതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപനത്തിന് ശേഷം അവർ സൈലന്റ് ആണ്. പകരം യുദ്ധത്തിന് യാതൊരു ഇളവുകളോ അതല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടലിന് എന്തെങ്കിലും കുറവുകളോ ഉണ്ടായിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ വല്ലാത്ത രീതിയിൽ ഇറാൻ സഹായിക്കുന്നു, അല്ലെ സഹായിച്ചത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്ന തരത്തിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള പ്രയാസമാണ്. സാമ്പത്തിക രംഗവും അവരുടെ ജോലി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ടൂറിസവും സർവ്വ മേഖലയും ഇസ്രായേൽ തകർന്നിരിക്കുകയാണ്. ആ തകർന്നതിന്റെ പുനരുദ്ധാരണം ചെയ്യാൻ തന്നെ പതിറ്റാണ്ടുകൾ എടുക്കുമെന്നാണ് യുദ്ധം അവസാനിച്ചാൽ പോലും. മാത്രവുമല്ല ലോകത്തുള്ള പരമാവധി രാജ്യങ്ങളുമായി ഇസ്രായേൽ തെറ്റിയിരിക്കുന്നു. അതിർത്തിയുള്ള ഒരു രാജ്യങ്ങളും ഇപ്പോഴത്തെ നിലവിൽ സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ സൗദി അറേബ്യ തന്നെ അവരുടെ നിലപാടുകൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവാതെ ഇസ്രായേലുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധത്തിലും തങ്ങളില്ലായിരുന്നു. ഇതൊക്കെ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുന്നതാണ്. അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവസാനിച്ച അധ്യായമായിട്ട് യഥാർത്ഥത്തിൽ മടക്കി വെച്ചിരിക്കുന്ന സ്ഥിതിയാണ്. ഇതൊക്കെ സാമ്പത്തിക രംഗത്ത് ബന്ധങ്ങളെയൊക്കെ സാരമായിട്ട് ഇസ്രായേൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പ്രധാനമന്ത്രി ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തി എന്താ, ആ ഗവൺമെന്റ് താഴെ വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക, പരമാവധി ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് തങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്.
അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആവശ്യമാണ്. മതരാഷ്ട്രം എന്ന നിലയ്ക്ക് ഇസ്രായേലിന്റെയും ഇറാന്റെയും നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും യുദ്ധരീതികളും ഒക്കെ ഏറെക്കുറെ തുല്യമാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു അവസാനിക്കാത്ത യുദ്ധമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്ങനെയാണോ ഇവിടെ റഷ്യയും ഉക്രൈനും തമ്മിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നത്, അതിന് സമാനമായിരിക്കും സ്ഥിതിവിശേഷം ഉണ്ടാവും. അതിന്റെ കാര്യം എന്ന് പറയുന്നത് പരമാവധി രാജ്യങ്ങളൊക്കെ ഇത്തരം ഒരു യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് പരസ്യമായി തന്നെ സഹായിക്കാൻ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുകൂടി ഇതിന്റെ കൂടെ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.